എനിക്ക് വയസ്സായടാ. നീയും ബാലുവും പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഫയൽ ഒപ്പിട്ട് ഞാൻ ക്ഷീണിക്കുന്നില്ല. ഉള്ള ആരോഗ്യം അതുപോലെ സൂക്ഷിക്കണ്ടേ? അതുകൊണ്ട് ഈ പേപ്പറിലും നീ തന്നെ ഒപ്പിട്ടോ. ഏത് പേപ്പറെന്നറിയാതെ എങ്ങനെ അമ്മ ഞാൻ ഒപ്പിടാൻ പറയുന്നത്? അമ്മയ്ക്ക് അറിയില്ലല്ലോ ഏത് പേപ്പറാ ഞാൻ കൊണ്ടുവന്നതെന്ന്. അമ്മ കാര്യമില്ലാതെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. അത് ബാലു സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അറിയാവോ? ഓ, ഈ പേപ്പേഴ്സ് ഏതാന്ന് വെച്ചാൽ അരുണ എംപോറിയത്തിന്റെ കേസ് പേപ്പേഴ്സ്. അമ്മ എനിക്കിത് എങ്ങനെ അറിയാമെന്നായിരിക്കും. എനിക്കറിയാം. നിന്റെ മേശപ്പുറത്ത് മൂവ് ചെയ്യുന്ന ഏത് പേപ്പറും ആരയച്ചതാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതിനിപ്പോ സന്യാസിനിയൊന്നും ആവണ്ട, ദിവ്യദൃഷ്ടിയും വേണ്ട. നല്ല ഒരു മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നാ മതി. എങ്ങനെ എങ്ങനെ അറിഞ്ഞു ആ പേപ്പർ ഏതാണെന്ന്? എനിക്കത് അറിയണം. മോനെ ബാലു, ചില കാര്യങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാം. ചില കാര്യങ്ങൾ ജീവിതത്തിലൂടെയും അനുഭവത്തിലൂടെയും മാത്രമേ പഠിക്കാൻ കഴിയൂ. ശരി ശരി അമ്മ, ഇതിലൊന്നും ഒപ്പുവെക്കണം. ഇന്ന് രാവിലെ കൊറിയറിൽ അയക്കാനുള്ളതാ. വക്കീല് പേപ്പർ ശരിയാക്കി തന്നത് ഇപ്പോഴാ. കൂടുതൽ സംസാരിക്കാതെ വേഗം ഒപ്പിട്. നോ, ഞാൻ ഈ കടലാസിൽ ഒപ്പുവെക്കില്ല. ഏത് പേപ്പർ ഒപ്പുവെക്കണമെന്നും ഏത് പേപ്പർ ഒപ്പുവെക്കണ്ടെന്നും ഞാൻ തീരുമാനിക്കും. ഏതൊക്കെ ഒപ്പിടണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന്. അമ്മ, ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ നമ്മുടെ കമ്പനി കേസ് തോൽക്കും. 75 ലക്ഷത്തിന്റെ കേസാ. വെറുതെ 75 ലക്ഷം കളയണോ? അത് മാത്രമല്ല, ഇത് നമുക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂവാ. ഇതുപോലൊരു കേസ് തോൽക്കാന്ന് വെച്ചാൽ അത് ആലോചിക്കാൻ വയ്യ. ത്യാഗു, കേസ് ജയിക്കണമെങ്കിൽ ഞാൻ കോടതിയിൽ പോണം, മൊഴി പറയണം. തോറ്റാൽ സ്ഥാപനത്തിന് കുറച്ച് പണം നഷ്ടപ്പെടുമെന്നല്ലേ ഉള്ളൂ. ഫയലിൽ ഒപ്പിടാൻ പോലും ആരോഗ്യം ഇല്ലാത്തവളെന്നല്ലേ എന്നെക്കുറിച്ച് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥിതിക്ക് കോടതിയിൽ പോയി വക്കീലന്മാരുടെ ക്രോസ് ചെയ്യലൊക്കെ ഞാൻ എങ്ങനെ താങ്ങും? 75 ലക്ഷം രൂപ കൊടുത്ത ഈ പ്രായത്തിൽ എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടുമോ? ഫയൽ ഒപ്പിടാൻ ആരോഗ്യം ഇല്ലാത്തവൾക്ക് കോടതി കയറി ഇറങ്ങാൻ തീരെ ആരോഗ്യമില്ല. തോക്കട്ടടാ കേസ്. ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ റിസൈൻ ചെയ്യണം. MD കസേരയിൽ നിന്ന് കനത്ത ശമ്പളവും വാങ്ങി ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോ ഈ നിമിഷം റിസൈൻ ചെയ്യണം. നീ വെക്കടാ രാജി. ഈ കമ്പനി ഉണ്ടാക്കിയത് ഞാനാ. ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചർക്കയും 537 രൂപ എന്ന സ്ഥിതിയിൽ നിന്ന് ഇതുവരെ എത്തിയ വഴിയിൽ അന്നൊക്കെ വിശാലാക്ഷി തനിച്ച കേസ് നടത്തിയതും കോടതി കയറിയതും ഫയൽ നോക്കിയതും നൂല് പിരിച്ചതും നിന്നെ സ്കൂളിൽ ചേർത്തതും പനി വന്നപ്പോ നിനക്ക് കൂട്ടിരുന്നതും കനത്ത ശമ്പളത്തിനല്ലടാ. എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വയറ് നിറയെ 2 നേരം ആഹാരം കൊടുക്കാനാ ഞാൻ ആ പണിയൊക്കെ എടുത്തത്. അതുകൊണ്ട് എന്നോട് രാജിവെക്കാൻ പറയാൻ നിനക്ക് എന്തവകാശം? നീ രാജിവെക്ക. മേലനങ്ങാതെ ഈ കസേരയിൽ കയറി നിന്ന് തിന്നുന്നവന് ഇതിന്റെ വില മനസ്സിലാവില്ല. അതുകൊണ്ട് എന്റെ അച്ഛന്റെ കമ്പനിയാണെന്ന് മറക്കരുത്. വെറുതെ ആവില്ലല്ലോ നിങ്ങൾ എന്നെ ചെയർമാനാക്കിയത്. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ആ കൊച്ചു കമ്പനി എനിക്ക് എഴുതി തന്നു. അദ്ദേഹം മരിച്ചപ്പോ കിട്ടിയ വിലയ്ക്ക് സ്ഥലവും വിറ്റ് നിന്നെ വല്ല ഭിക്ഷക്കാർക്കോ കൂലി വേലക്കാർക്കോ വിറ്റ് എനിക്ക് എൻ്റെ മകനെയും കൊണ്ട് വല്ലയിടത്തേക്കും പോകാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. പകരം നിന്നെയും ഈ സ്ഥാപനത്തെയും വളർത്തി. ഇന്ന് നീ ഈ കോട്ടും സൂട്ടും ഇട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ ത്യാഗമാണടാ, ത്യാഗം. അതിന് വിലയിടാൻ മാത്രം നീ വളർന്നിട്ടില്ല. കേസ് പേപ്പറിലെ ഞാൻ ഒപ്പുവെക്കാം. കോടതിയിൽ പോയി കേസ് നടത്തുകയും ചെയ്യാം. അത് എൻ്റെ കടമയാണ്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ബാക്കി അധികാരം കൂടെ ഞാൻ തിരിച്ചെടുക്കും. ത്യാഗു കൊണ്ടുപോയ ഫയലുകൾ എൻ്റെ മുറിയിൽ അതുപോലെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കണം. 24 മണിക്കൂറിനകം, 24 hours. മോനെ, കടമ മാത്രമല്ലടാ,
അമ്മമാർക്കേ അധികാരം കൂടെ ഉണ്ട്, അത് മറക്കരുത്. വണക്കം അമ്മ. മன்னிச்சிடுங்க. ഞാൻ ആലോചിച്ച് വിഷമിക്കാനൊന്നുമില്ല ബാലു. ഇത്തരം അനുഭവങ്ങൾ ബിസിനസ്സിൽ സാധാരണയാ. ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചത് നന്നായെന്നേ ഞാൻ പറയും. ബിക്കോസ് ഇനി നമുക്ക് കരുതിയിരിക്കാലോ. ലോകത്തെ ഏറ്റവും വലുത് പണമല്ലേ ബാലു? അതിപ്പോ ഏത് പ്രായക്കാർക്കും അതങ്ങനെ തന്നെ. എന്നാലും എനിക്ക് ആലോചിച്ചിട്ട് സഹിക്കാൻ വയ്യ ത്യാഗു. അവര് പറഞ്ഞ ഒരു വാചകം നീ നോട്ട് ചെയ്തോ? വേണമെങ്കിൽ എല്ലാം വിറ്റ് കളഞ്ഞിട്ട് എന്റെ മകനെയും കൊണ്ട് പോകാമായിരുന്നു എന്ന്. എന്റെ മകൻ, നോട്ട് ദ വേർഡ്. എന്റെ സോ ഞാനല്ല, അവരുടെ മകനല്ല. ഇത്രയും കാലം ഞാൻ അമ്മയെ പോലെ വിചാരിച്ച് അവർ പറഞ്ഞു കേട്ടോ. എന്റെ മകൻ ഇവരെയാ ഞാൻ അമ്മയെന്ന് വിളിച്ചതും അമ്മയെ പോലെ സ്നേഹിച്ചതും. മനസ്സിൽ എനിക്കാണ് കൂടുതൽ സ്ഥാനമെന്ന് ഞാൻ കരുതി. എന്നിട്ടോ അവർക്ക് സ്നേഹം അവരുടെ മകനോടാ. അതാ എന്നെ തകർത്ത് കളഞ്ഞ ത്യാഗു. യു കാണ്ട് ഇമാജിൻ ഹൗ സാഡ് ഐ ആം. എന്റെ അച്ഛന്റെ സ്വത്ത് രണ്ടുപേർക്കും തുല്യമായി വീതിക്കുകയും അവന്റെ അച്ഛന്റെ സ്വത്ത് അവന് മാത്രം കൊടുക്കുകയും. നോ, ഈ ജന്മം ഞാനത് മറക്കില്ല. ബാലുവിന് എന്തിനാ നക്കാപ്പിച്ച സ്വത്ത്? അതെല്ലാം കൂടി ചുരുട്ടി കൂട്ടിയാൽ നമ്മുടെ 1 മില്യനോളം വരുമോ? നോ, ഇറ്റ്സ് നോട്ട് ദ ക്വാണ്ടിറ്റി ഐ ആം ബോതർഡ് അബൌട്ട്. ആ സ്വത്ത് 5000 കോടിയോ 5 രൂപയോ എന്നുള്ളതല്ല. അത് രണ്ടുപേർക്കും തുല്യമായി നൽകിയിരുന്നെങ്കിൽ 50 കോടിയാണെങ്കിലും ഞാൻ വേണ്ടെന്ന് വെച്ചേനെ. എന്റെ അമ്മ 2 മക്കൾക്കും തുല്യമായി വീതിച്ചു എന്നോർത്ത് ഞാൻ അവരെ കൂടുതൽ സ്നേഹിച്ചേനെ, മതിച്ചേനെ. ബട്ട് ഇതങ്ങനെയല്ലോ. ഫർഗെറ്റ് ഇറ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്താണെന്ന് നോക്കുക വേണ്ടത്. ഒരമ്മയ്ക്ക് സ്വന്തം മകനോട് കൂടുതൽ സ്നേഹം സ്വാഭാവികമാ. അതിലിപ്പോ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ ബാലു? ലോകം അങ്ങനെയാ. അമ്മ ഇല്ലാതെ വളർന്നവനാ ത്യാഗു ഞാൻ. എനിക്ക് വേറെ ആരാ ഉള്ളത്? അച്ഛൻ മരിച്ചു, അമ്മയെ നഷ്ടപ്പെട്ടു. ഇവരായിരുന്നു എൻ്റെ അമ്മ. ഈ അമ്മയെ എനിക്ക് സ്വന്തമായി കിട്ടണമെന്നായിരുന്നു എപ്പോഴും എൻ്റെ മോഹം. യു നോ സംതിങ്, ഐ വാസ് ഓൾവേസ് വെരി പൊസസീവ് അബൌട്ട് ഹർ. വഴക്കിട്ടതും വാശി പിടിച്ചതുമൊക്കെ അവരുടെ സ്നേഹം പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് വേണ്ടെങ്കിലും മുരുകന് കൊടുക്കുന്ന മിഠായിക്ക് വേണ്ടി ഞാൻ വാശി പിടിക്കുമായിരുന്നു. അവന് വാങ്ങിയ ഷർട്ട് വേണമെന്ന് പറഞ്ഞ് ശടിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ അവനെ ഒപ്പം കൊണ്ടുപോകാതിരിക്കാൻ വഴക്കിട്ടിട്ടുണ്ട്. എന്തിനാ? എനിക്ക് പരീക്ഷിക്കാൻ. അമ്മ എന്നെ ഫേവർ ചെയ്യോ അവനെ ഫേവർ ചെയ്യോ എന്നറിയാൻ. അമ്മ എപ്പോഴും എന്നെ മാത്രമേ ഫേവർ ചെയ്തിട്ടുള്ളൂ. അതെന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നാ ഞാൻ വിചാരിച്ചത്. ബട്ട് നോ, എനിക്ക് തെറ്റി. അതൊരു തരം വഞ്ചനയായിരുന്നു. അവർക്കെന്നോടുള്ള സ്നേഹമായിരുന്നില്ല, വെറും സഹതാപം, അനുകമ്പ. എന്നെ പറ്റിക്കായിരുന്നു. എന്നോട് സ്നേഹം അഭിനയിച്ച് എന്നെ പറ്റിക്കായിരുന്നു. അത് മറന്നേക്ക് ബാലു. ഇഷ്ടമില്ലാത്തത് അപ്പോഴേ മറന്നേക്കണം. യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. സ്വന്തമായൊരു കുടുംബമില്ലാത്തതിന്റെ വിഷമം നിനക്ക് മനസ്സിലാവില്ല. നിനക്കെല്ലാരും ഉണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരിമാരുണ്ട്. നിനക്ക് ചെന്നു കയറാൻ ഒരു വീടുണ്ട്. ആ വീട്ടിൽ നിനക്ക് കിട്ടുന്ന സ്നേഹം യഥാർത്ഥമാണെന്ന് ഉറപ്പുണ്ട്. അതാണ് നിന്റെ ബലം. അതില്ലാത്തതാണ് എന്റെ ദൗർബല്യം. ഇല്ലാത്തവന്റെ വേദന ഉള്ളവൻ ഒരിക്കലും മനസ്സിലാവില്ല. ഡോണ്ട് ബി സില്ലി ബാലു. എന്റെ വീട് നിന്റെയും കൂടിയാ. എന്റെ അച്ഛൻ, അമ്മ, സഹോദരിമാർ എല്ലാവരും നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതിൽ നീ സംശയിക്കരുത്. ആയിരിക്കാം. പക്ഷെ ഞാൻ സ്നേഹിച്ച അമ്മയിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടാതെ മറ്റാരിൽ നിന്ന് കിട്ടിയിട്ടെന്താ? നോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശരി, സഹിക്കണ്ട. എന്തിനാ നീ സഹിക്കുന്നത്? സ്ട്രൈക്ക് ബാക്ക്. അതല്ലേ ഈ വിഷമം മറികടക്കാൻ ഏറ്റവും നല്ലത്.
നീ വിശാലാക്ഷി അമ്മാളിനെ സ്നേഹിച്ചു, അമ്മയെ പോലെ സ്നേഹിച്ചു. നിന്റെ അച്ഛൻ അവരെ വിശ്വസിച്ചു, അദ്ദേഹത്തിന്റെ സ്വത്ത് ഏൽപ്പിച്ചു. അവരത് വെച്ച് തുടങ്ങി ഈ നിലയിലെത്തി. ഇപ്പൊ അവര് നിന്നോട് വഞ്ചന കാണിക്കുന്നു. അത് കണ്ണുടച്ചങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. പിന്നെ You should buy her out, or she will buy you out. ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. അതൊക്കെ പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. ഐ ഹാവ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. നമുക്കത് പ്രാവർത്തികമാക്കാം. ഒരകൽച്ച വന്ന സ്ഥിതിക്ക് അതങ്ങ് വേഗം വെട്ടിമാറ്റുന്നതാണ് നല്ലത്. ആസ് ഏർലി ആസ് പോസിബിൾ. നീ വിഷമിക്കണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. ഡോണ്ട് വറി. മോളെ പ്രഭേ, ആ നീ എഴുന്നേറ്റില്ലേ ഇതുവരെ? എവിടെ പോയി? ആ മോളെ പ്രഭേ, ആ മോളെ, നീ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ? നല്ല പനിയാ നീ കാണിച്ചത്. ഈ തണുപ്പത്ത് വന്നിരുന്ന് വല്ല പനിയും പിടിച്ചാൽ? എഴുന്നേൽക്ക, ചെന്ന് കാപ്പി കുടിക്ക. എല്ലാം ശരിയാവും. എൻ്റെ മോള് വിഷമിക്കണ്ട. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റണതെന്ന് നമുക്ക് നോക്കാം. മോളെ എഴുന്നേറ്റേ, വാ കാപ്പി കുടിക്കാം. ആ നല്ല കുട്ടിയല്ലേ, എഴുന്നേൽക്ക. എന്താ മോളെ, എന്താ? തല ചുറ്റല്. ആ ഉറക്കളച്ചിരുന്ന് കരഞ്ഞേന്റെയാ. ആ വാ അച്ഛൻ പിടിക്കാം. എണീറ്റ് പോയി മുഖം കഴിയുന്ന ഫ്രഷ് ആവും. ആ മെല്ലെ. ആ മോളെ, എന്താ 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 അത്? ഇന്നലെ വയറ്റിനെ പിടിക്കാത്ത വല്ലതും കഴിച്ചോ? എന്താ നിനക്ക് പെട്ടെന്നൊരു തലയൊറ്റലും ഛർദി? ആ ഒരു കാര്യം ചെയ്യ്, മോൾ വേഗം ചെന്ന് ഡ്രസ്സ് മാറ്റേ. ഭാസ്കര, ഭാസ്കര, നീ ആ സജ്ജന്ന് വണ്ടി ഇറക്ക്. മോളെ അച്ഛൻ വേഗം റെഡി ആയിട്ട് വരാം. നമുക്ക് ഉടനെ തന്നെ ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം. എഴുന്നേറ്റുള്ളൂ. പ്രഷർ കയറിയതാണോ ഡോക്ടർ? ആ കുറച്ച് പ്രഷറുണ്ട്, ശ്രദ്ധിക്കണം. പക്ഷേ ഇതങ്ങനെ പേടിക്കാൻ മാത്രം വലിയ അസുഖമൊന്നുമില്ല. രാജഗോപാല മുതലാളി ചെലവ് ചെയ്യേണ്ട അസുഖ. എന്ന് വെച്ചാൽ? അത് ശരി, അപ്പൂപ്പനാവാൻ യാതൊരു താല്പര്യമില്ലല്ലേ? അപ്പൂപ്പൻ സത്യമാണോ ഡോക്ടർ? ഡോക്ടർക്ക് ഉറപ്പാണോ? എനിക്ക് ഉറപ്പാണ്. മൂത്രം പരിശോധിച്ച ലാബ് ടെക്നീഷ്യനും ഉറപ്പാണ്. പിന്നെ മുതലാളിക്കാണോ സംശയം? മകൾ 3 മാസം ഗർഭിണിയാണ്. കുട്ടിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? മാസമുറ തെറ്റുമ്പോ തന്നെ സംശയം തോന്നേണ്ടല്ലേ? പീരീഡ്സ് റെഗുലർ അല്ലേ? അല്ല ഡോക്ടർ, വളരെ ഇറഗുലർ ആണ്. ആ അതാണ് കുഴപ്പം. ദാ. ഈ മരുന്നുകൾ കഴിക്കണം. അയണും കാൽഷ്യവും. പിന്നെ അടുത്ത മാസം സ്കാൻ ചെയ്യാം. സന്തോഷായിട്ടിരിക്കണം. മുഖത്ത് ചിരി കാണുന്നില്ലല്ലോ പ്രഭകുട്ടി. ഒന്ന് ചിരിക്ക്. ഈ സമയത്ത് ചിരിയും പാട്ടും കളിയും തമാശയും ഒക്കെ വേണം.
എന്നാലേ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആരോഗ്യത്തോടെ ഇങ്ങോട്ട് പോരൂ. ശരി ഡോക്ടർ. ശരി. ശരി ഡോക്ടർ. ഡോക്ടർക്ക് തെറ്റുപറ്റിയതാവും അല്ലേ? അച്ഛനെന്താ ഒരു സംശയം? അല്ല, നീ ഇപ്പൊ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം 3 ആയില്ലേ? അച്ഛൻ എന്റെ സ്വഭാവശുദ്ധിയെ പറ്റി സംശയമുണ്ടോ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. നാട്ടുകാരെ ഫേസ് ചെയ്യണ്ടേ? പ്രസാദിന്റെ മനസ്സ് എങ്ങോട്ട് തിരിയുമെന്ന് പറയാനാവില്ലല്ലോ. ജന്മനാ അവനൊരു സംശയ രോഗിയാ. എല്ലാവരുടെ സംശയം തീർത്തും സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ജീവിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. അച്ഛൻ വരുന്നുണ്ടോ? മോളെ നിക്ക്, ഇതാ നോക്ക്. നീ ഇപ്പൊ തന്നെ ഈ വിവരം പ്രസാദിനെ അറിയിക്കണം. അച്ഛൻ കാറിൽ കയറുന്നുണ്ടോ? മോളെ അല്ല മോളെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതിയാ. അച്ഛന് ഞാനൊരു ഭാരമായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. അച്ഛൻ ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ വീട്ടിലിരുന്നത്. IT ഫീൽഡിൽ എനിക്കൊരു ജോലി കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. നീ എന്താ മോളെ ഇങ്ങനെ മനുഷ്യ പറ്റില്ല സംസാരിക്കുന്നത്? അച്ഛനോട് എന്തിനാ നിനക്ക് ദേഷ്യം? സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. എന്തൊക്കെ വന്നാലും അച്ഛൻ നിന്റെ കൂടെ തന്നെയുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. എല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിയായ ഒരു കാര്യം ഇനിയെങ്കിലും നീ ഒരു കോംപ്രമൈസിന് തയ്യാറാകണമെന്നാ. ഈ സമയത്ത് പ്രസാദനെ പിണക്കിയാൽ അത് വലിയ നഷ്ടത്തിലേക്ക് കലാശിക്കൂ. അച്ഛൻ ഏത് നഷ്ടത്തിന്റെ കാര്യം പറയുന്നത്? റേഞ്ചിന്റെ നഷ്ടോ അതോ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛന്റെ നഷ്ടോ? രണ്ടും. ഏതാ നമ്മൾ കുറച്ച് കാണേണ്ടത്? ജീവിക്കാൻ പണം വേണം. നിന്റെ കൊച്ചിന് ഒരച്ഛനെയും വേണം. എനിക്കിനി അയാളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്റെ മോളെ, ദേഷ്യം വരുമ്പോൾ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും പരസ്പരം പലതും പറയും എന്ന് വെച്ചാൽ അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണോ? നീ വേണമെങ്കിൽ ചെന്ന് മാപ്പ് പറയണം, കാല് പിടിക്കണം. അപ്പൊ അവനെന്ത് ചെയ്യും? നിന്നെ കുത്തിക്കൊല്ലോ? നിന്നെ കുറച്ചുകൂടി വഴക്ക് പറയും, കുറച്ചുകൂടി ആക്ഷേപിക്കും. നീ ആ സമയത്ത് ചെവി രണ്ടും അടച്ചു പിടിച്ചേക്കണം. കുറച്ചു കഴിയും അവന് ദേഷ്യം തീരും. കേൾക്കാതിരുന്നാൽ നിനക്ക് ദേഷ്യം തോന്നിയുമില്ല. ഇല്ല. എന്റെ മോളെ, നീ കുറച്ച് വിവേകത്തോടെ ചിന്തിക്കേ. ഈ കുഞ്ഞു വളരുമ്പോ അതിനൊരു അച്ഛൻ വേണ്ടേ? അവൻ ചോദിക്കത്തില്ലേ എന്റെ അച്ഛൻ എവിടെയെന്ന്? ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ നിനക്കിനി നല്ലൊരു ചെറുക്കനെ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഒരു കൊച്ചും കൂടിയിട്ടെന്ന് പറഞ്ഞാലോ? കുഞ്ഞു വളർന്നാലല്ലേ അച്ഛനെ ചോദിക്കൂ. ജനിച്ചാലല്ലേ വളരൂ. ഈ കുഞ്ഞ് ജനിക്കുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ച പ്രശ്നം തീരുമല്ലോ അല്ലേ? എന്താടി മോളെ നീ പറയുന്നത്? എനിക്കാരെയും ബോധിപ്പിക്കാനില്ല അച്ഛ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അച്ഛനെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് നിലവിട്ട് താഴാനൊന്നും പറ്റത്തില്ല. ഈ കുഞ്ഞ് ജനിക്കണ്ട. ഞാൻ ഇതിന് വേണ്ടെന്ന് വെക്കാൻ പോകുന്നു. ദേ, ഈ സംഭവം അയാൾ അറിയും വേണ്ട. മുറിഞ്ഞ ബന്ധം മുറികൂടുകയില്ല ഒരിക്കലും.